ഓരോ രചനയിലും രചയിതാവിൻ്റെ വിരൽപ്പാടുകൾ, ഓരോ പാത്രസൃഷ്ടിയിലും ജീവിതമറിഞ്ഞവൻ്റെ ഉൾക്കാഴ്ച, അക്ഷരങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ കഥാകാരൻ, പ്രിയ ചലച്ചിത്രകാരൻ പത്മരാജൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷങ്ങൾ പൂർത്തിയാവുന്നു. നക്ഷത്രങ്ങൾ കാവൽ നിൽക്കുന്ന ആകാശങ്ങളിലേക്ക് പൊടുന്നനെ പിൻവാങ്ങിപ്പോയ ഈ ഗന്ധർവനെക്കുറിച്ച് ഇങ്ങു താഴെ ഭൂമിയിൽ നമുക്ക് ഓർമ്മിക്കുവാൻ ഒരുപാട് ബാക്കിയുണ്ട്. ഉദകപ്പോള, സത്രത്തിലൊരു രാത്രി, പെരുവഴി അമ്പലം, പ്രതിമയെ സ്നേഹിച്ച രാജകുമാരി, മഞ്ഞുകാലം നോറ്റ കുതിര എന്നിങ്ങനെ എണ്ണം പറഞ്ഞ എത്രയോ നോവലുകൾ, മിഴിവുറ്റ എത്രയോ ചെറുകഥകൾ, പെരുവഴിയമ്പലം, കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽവാൻ തുടങ്ങി ഞാൻ ഗന്ധർവൻ വരെ നമ്മെ ഓടിലും അമ്പരപ്പിച്ച സംവിധാന തികവ്. പ്രയാണം മുതൽ ഇങ്ങോട്ട് മലയാള സിനിമാ സാഹിത്യത്തിൽ പുതിയ ചാലുകൾ വെട്ടിക്കീറിയ എത്രയോ മികച്ച തിരക്കഥകൾ. തൻ്റെ ഓർമ്മയ്ക്കായി ഇത്രയൊക്കെ അവശേഷിപ്പിച്ചാണ് കടന്നുപോയതെങ്കിലും പത്മരാജൻ്റെ അകാല വേർപാട് മലയാള സിനിമയ്ക്കും മലയാള ഭാഷയ്ക്കും സംഭവിച്ച എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിലൊന്നു തന്നെയാണ്. നമുക്ക് ലഭിക്കാതെ പോയ എത്രയോ രചനകൾ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ചിത്രങ്ങൾ. തൻ്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവൻ്റെ എഴുത്തുജോലികൾ തുടങ്ങുന്നതിനിടയിലാണ് പത്മരാജൻ ഈ അഭിമുഖം അനുവദിച്ചത്. ഒരുപക്ഷേ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ TV അഭിമുഖം. മരണം പിന്നിലെവിടെയോ പതുങ്ങിയിരിക്കുന്നു എന്ന് അറിയാതെ അദ്ദേഹം സംസാരിച്ചു തൻ്റെ ഇന്നലകളെക്കുറിച്ച്, നാളുകളെക്കുറിച്ചും അവ പിറക്കാതെ പോയെങ്കിലും. സിനിമയിലേക്ക് പലരെ ആകർഷിക്കുന്നത് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പ്രശസ്തിയും പണമാണെന്ന് കേട്ടിട്ടുണ്ട്. സിനിമയിലേക്ക് വരും മുമ്പ് തന്നെ എഴുത്തുകാരനെന്ന നിലയിൽ വളരെ പ്രശസ്തനായിരുന്ന ശ്രീ പത്മരാജൻ സാറിനെ സിനിമയിലേക്ക് അടുപ്പിച്ചത് ഏത് ഘടകമാണ്? തീർച്ചയായും സിനിമയുടെ മാത്രമായ പ്രശസ്തിയും പണവും ഒന്നും എന്നെ ആകർഷിച്ചിരുന്നില്ല എന്നൊന്നും കള്ളം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ചോദ്യത്തിൽ എഴുത്തുകാരനായ പത്മരാജനെ, കാരണം എഴുത്തുകാരനും പ്രശസ്തനാണ് നമ്മുടെ നാട്ടിൽ. എഴുത്തുകാരനും എഴുത്തിൽ നിന്ന് ധനമൊക്കെ കിട്ടുന്ന